ഹരി, അതായത് അന്ന് തിലകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മാഫിയ സംഘം എന്നതിനപ്പുറം തിലകൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ഉറച്ചു പറഞ്ഞിട്ടുണ്ട്. ആ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നായർ സംഘം എന്ന് തന്നെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ആരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് നമുക്ക് തന്നെ അറിയാമായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ കൃത്യമായി അത്തരത്തിലുള്ള ഒരു മാഫിയ സംഘം എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ട പവർ ഗ്രൂപ്പ് എന്ന് ഇന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സംഘം, അത് മലയാള സിനിമയെ അടിമുടി മറിക്കാൻ കെൽപ്പുള്ള ഒരു സംഘമാണ്. അതായത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ അവരുടെ പേരുകൾ എടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഹരി പറഞ്ഞതുപോലെ തന്നെ മാക്ടയെ തകർത്തുകൊണ്ട് ഫെഫ്ക എന്ന സംഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച നടൻ ആരാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ്. കൃത്യമായി പറയുന്നത് ഹേമ കമ്മിറ്റി ഇപ്പോൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ തന്നെയാണ് അന്ന് കോമ്പറ്റീഷൻ ഓഫ് ഇന്ത്യയും കണ്ടുപിടിച്ചത്. പക്ഷേ നടപടിയെടുക്കാൻ നട്ടല്ലില്ലാത്ത ഒരു ഭരണകൂടമാണ് നമ്മുടെ മലയാള സിനിമയിൽ ഇത്തരത്തിൽ സ്ത്രീകളടക്കം ചൂഷണം നേരിടുന്നെങ്കിൽ അതിന് കാരണമെന്ന് ഈ ഘട്ടത്തിൽ തന്നെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും ജിൽസി, അതായത് ജിൽസി സൂചിപ്പിച്ചതുപോലെ ഈ നായർ സംഘത്തിന്റെ കഥ പറയുന്നുണ്ടല്ലോ. അതായത് തിലകന്റെ ചില പരാമർശങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നായരാണ് ആരാണെന്നുള്ളത് അവർക്ക് വേണമെങ്കിൽ നേരിട്ട് വന്ന് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണമൊക്കെ നടത്താവുന്നതാണ്. നമ്മളത് പേരെടുത്ത് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ തിലകൻ വളരെ കൃത്യമായി നിലപാടെടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് പിൽക്കാലം തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ചില വളരെ കൃത്യമായിട്ടുള്ള ചില സാക്ഷിമൊഴികളും കണ്ടെത്തലുകളും ഒക്കെ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന് ദിലീപിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. ദിലീപിന് ഈ മാക്ട എന്ന സംഘടന തകർക്കുക എന്ന് പറയുന്നത് അത് അന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയായിരുന്നു. ആ സംഘടന തകർക്കുന്ന ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ തകർത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ദിലീപായിരുന്നു എന്നുള്ള കാര്യം ഈ റിപ്പോർട്ടിലുണ്ട്, അല്ലെങ്കിൽ വിധിയിലുണ്ട്. അതുമാത്രമല്ല, വിനയന്റെ സിനിമയിൽ അഭിനയിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നേരിട്ട് സമീപിച്ച വ്യക്തി, ഒരു കലാസംവിധായകനെ നേരിട്ട് സമീപിച്ചത് ദിലീപാണ് എന്നുള്ളതാണ്. അതിന് കൃത്യമായ തെളിവുകൾ കൂടി നൽകുന്നുണ്ട്. അതായത് കൊച്ചിയിലെ ഡേറ്റ് അടക്കമാണ് നൽകുന്നത്. ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ പോലും അത് കൊച്ചിയിലെ ഒരു ഹോട്ടൽ അബാദ് പ്ലാസയിൽ വെച്ച് ദിലീപിനെ വന്ന് കാണണമെന്ന് ദിലീപിൻ്റെ മാനേജറായിട്ടുള്ള വ്യാസൻ എന്ന് പറയുന്ന വ്യക്തി ഈ കലാസംവിധായകനെ വിളിച്ചറിയിക്കുകയും ആ കലാസംവിധായകൻ അവിടെ ചെന്നപ്പോൾ താങ്കൾക്ക് സൂപ്പർ താരങ്ങളുടെ സിനിമകളൊന്നും ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു സിനിമയിൽ അവസരം നൽകാം, പക്ഷേ വിനയൻ്റെ സിനിമയിൽ പ്രവർത്തിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകുന്നു. അപ്പോൾ അത്തരത്തിൽ നേരിട്ടിടപെട്ടുകൊണ്ട് മോഹന വാഗ്ദാനം നൽകിയാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ പിൻവലിപ്പിച്ചത്. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല, അവർ ഒരു തരത്തിലും ഗതിപിടിക്കരുത് എന്നുള്ള നിലയിലേക്ക് വരെ ഇവർ പെരുമാറിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് 7 വർഷം പഴക്കമുണ്ടെങ്കിൽ പോലും പ്രസക്തമായിട്ടുള്ള കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിധിപ്പകർപ്പ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇനിയും ചില നടന്മാരും നടിമാരും ഒക്കെ തന്നെ ഈ വിലക്കേർപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അതായത് നടി മേഘന രാജുണ്ട്, ക്യാപ്റ്റൻ രാജുവിന് ഇതുപോലെ സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്, സ്ഫടികം ജോർജിന് ഇതുപോലെ സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. പല സംവിധായകരും നിർമ്മാതാക്കളും ഇവരുടെ കടുത്ത സമ്മർദ്ദം മൂലം ഈ വിനയൻ്റെ സിനിമകളിൽ നിന്ന് ഒഴിവായി മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായി മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ദിലീപിൻ്റെയും ബി ഉണ്ണികൃഷ്ണൻ്റെയും സിബി മലയിലിൻ്റെയും ഒക്കെ തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ള വിധിപ്പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പവർ ഗ്രൂപ്പിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം അന്നത്തെ ഈ പറയുന്ന ശക്തരായിട്ടുള്ള താരങ്ങൾ അല്ലെങ്കിൽ സംവിധായകർ, നിർമ്മാതാക്കൾ, സിനിമയെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ളവരൊന്നും തന്നെ ഈ കാലഘട്ടത്തിലും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അന്ന് 7 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോഴും മലയാള സിനിമയിൽ കരുത്തരായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ തന്നെയാണോ ഇപ്പോഴും ഉദ്ദേശിച്ചിട്ടുള്ള ഈ പവർ ഗ്രൂപ്പ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഏത് കാലഘട്ടത്തിലാണെന്നുള്ളത് മനസ്സിലാക്കണം. അതായത് 2019 ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിധി വരുന്നത് 2017 കേവലം 2 വർഷത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും ഹരി, അങ്ങനെയാണെങ്കിൽ ഹരി പറയുന്നത് തന്നെയാണ് അതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ. അതിനിടയിൽ മലയാള സിനിമയിൽ മറ്റ് ശക്തി കേന്ദ്രങ്ങളൊന്നും ഉയർന്നു വന്നിട്ടില്ല, പുതിയ ലോബികളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കണ്ടെത്തിയ ആ ഗ്രൂപ്പ് തന്നെയാണ് ഇന്നത്തെ ഹേമ കമ്മിറ്റിയിലെ പവർ ഗ്രൂപ്പ് എന്ന് വേണം അനുമാനിക്കാൻ. അങ്ങനെയാണെങ്കിൽ വർഷങ്ങളായി മലയാള സിനിമയെ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ തൊഴിൽ രംഗത്തെയൊക്കെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പവർ ഗ്രൂപ്പാണ്. ഇക്കാര്യം സർക്കാരിനും അറിയാമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നിട്ടും ആ റിപ്പോർട്ടിന്മേൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അടയിരുന്നത് 4 വർഷത്തിലധികമാണ്. ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഇനിയിപ്പോൾ ഒരു നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ കൂടിയാണ് നമ്മൾ ആരായേണ്ടത് എന്നുകൂടെ ഉണ്ട്. പ്രത്യേകിച്ച് ഇതിൽപ്പോൾ സ്വകാര്യ വിവരങ്ങൾ അടക്കം മാറ്റിവെച്ചുകൊണ്ടാണ് പുറത്ത് റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു നടപടിയിലേക്ക് നീങ്ങുക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം ആത്മാർത്ഥമായ കാര്യമാണ് എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. പക്ഷേ നടപടിയിലേക്കൊക്കെ നീങ്ങുക എന്നുള്ളത് തന്നെ ഇനിയൊരു വലിയ കടമ്പ തന്നെയായിരിക്കും, അല്ലേ?
തീർച്ചയായിട്ടും നടപടിയിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇനിയിപ്പോൾ സാധ്യമായ ഒന്നെന്ന് പറയുന്നത് സിനിമാ നയം രൂപീകരിക്കലാണ്. അതല്ലാതെ കേസെടുത്ത് ആർക്കെങ്കിലുമൊക്കെ എതിരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു. കാരണം സർക്കാരിൻ്റെ കയ്യിൽ ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് പരസ്യപ്പെടുത്താതെ തന്നെ സർക്കാരിന് വേണമെങ്കിൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുൻനിർത്തിക്കൊണ്ട് അതിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകി കേസ് എടുപ്പിക്കാമായിരുന്നു. അതിൽ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കാമായിരുന്നു. പക്ഷേ അത് ഉണ്ടായിട്ടില്ല. അതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ സർക്കാർ പറയുന്നുണ്ട്. ശരിയാണ്, അതിൽ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് കേസെടുക്കാൻ ഒരു നിർദ്ദേശം കൊടുക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് സർക്കാർ അതിനകത്ത് പറയുന്ന ഒരു ന്യായം ഈ സ്വകാര്യത മാനിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ എന്നുള്ളതാണ്. ഈ സ്വകാര്യത മാനിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഇരയുടെയോ അതിജീവിതയുടെയോ ഒക്കെ തന്നെയാണ് ഈ സ്വകാര്യത മാനിക്കേണ്ടത്. അതിനകത്ത് വേട്ടക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ അവരുടെ സ്വകാര്യതയും ഒന്നും തന്നെ മാനിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുറത്തു വിട്ടേക്കാൻ അല്ലെങ്കിൽ ഈ 233 പേജിലധികമായി ഈ പറയുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുടെ പേരുകൾ പുറത്തു വിടാമായിരുന്നു. അങ്ങനെ ഒരു സാധ്യതയും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പ്രശ്നമായി നിൽക്കുന്നത് ഈ മൊഴി നൽകിയിട്ടുള്ള സാക്ഷികൾ മറ്റൊരിടത്ത് വന്ന്, അതായത് പോലീസിന് മുന്നിലോ കോടതിക്ക് മുന്നിലോ വന്ന് മൊഴി നൽകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഒഴിവാക്കിക്കൊണ്ടുള്ള ഉറപ്പ് ഹേമ കമ്മിറ്റി നേരത്തെ തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ സർക്കാരിന് മുന്നിലുള്ള വഴി കൃത്യമായി സിനിമാ നയം രൂപീകരിക്കുക എന്നുള്ളതാണ്. കഴിയാവുന്ന സാധ്യതയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കാനുള്ള ശ്രമങ്ങളും സർക്കാർ നടത്തുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. തീർച്ചയായും ഹരി, ഒരു സിനിമാ നയം രൂപീകരിക്കുക എന്നുള്ളതാണ് സർക്കാരിന് മുന്നിൽ സാധ്യമായ വഴി. പക്ഷേ അതിന് സർക്കാരിന് എത്രത്തോളം ചങ്കൂറ്റമുണ്ട്, എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. 2017 സമർപ്പിച്ച കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ പറയുന്ന 15 പേരടങ്ങിയ പവർ ഗ്രൂപ്പ് എന്ന് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്ന അതേ സംഘം തന്നെയാണ് അന്നും സിനിമാ മേഖലയെ പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ താരങ്ങളാണ്, ഒരുപാട് ആരാധകർ ആർത്തു വിളിക്കുന്ന താരങ്ങളാണ്. പക്ഷേ ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇവരുടെയൊക്കെ സിനിമ നാളെ മുതൽ കാണുന്നില്ല എന്ന് ജനം തീരുമാനിച്ചാൽ തീരുന്ന സ്റ്റാർഡം മാത്രമേ ഇവർക്കുള്ളൂ എന്നുള്ളത് പലപ്പോഴും മനസ്സിലാക്കാതെ പോവുകയാണ്. എന്തായാലും ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പലരുടെയും കണ്ണു തുറപ്പിക്കാൻ ഉതകുമെന്ന് വിശ്വസിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം ആത്മാർത്ഥമായ സമീപനം ഉണ്ടാകുമെന്ന് ഇനിയിപ്പോൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു.